ശ്രീകാന്ത്, ലഭ്യമായ വിവരങ്ങളനുസരിച്ച് എന്താണ് ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥ? 67 പേരുടെ മരണത്തിന് സാക്ഷിയായി ഈ വയനാട്ടിലെ ദുരന്തം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഏറ്റവും ഏറെ ഞെട്ടിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത്രയവധി വീടുകൾ, അതോടൊപ്പം വാഹനങ്ങൾ, മറ്റ് അവരുടെ വസ്തുക്കൾ, എല്ലാ സാധനങ്ങളും ഈ വലിയ ഈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചു പോയ ആ സ്ഥിതിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ ഉരുളൻ കല്ലുകൾ മുകളിൽ നിന്നും അതിശക്തമായി വന്ന ഈ വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചാണ് ഇത്തരത്തിൽ ഈ വലിയ പ്രതിസന്ധി, വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഈ ദൃശ്യത്തിൽ കാണാം ഒരു കാറടക്കം കുത്തിയൊലിച്ച് വീടിന്റെ കർപ്പൂരത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറടക്കം അവിടെ നിന്നും തെറിച്ച് ഈ തോട്ടിലേക്ക്, അതായത് ഈ മുകളിൽ നിന്നും പുതുതായി രൂപപ്പെട്ട ഉരുൾപൊട്ടലിൽ രൂപപ്പെട്ട തോട്ടിലേക്ക് വന്നു വീണ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. രക്ഷാദൗത്യം ശ്രമകരമാണ് ഇവിടെ. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ വഴികളെല്ലാം തന്നെ കുത്തിയൊലിച്ചു പോയിരിക്കുന്നു, മരങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നു, വലിയ ഉരുളൻ കല്ലുകൾ ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുന്നു. വീടുകൾ ഭാഗികമായി തകർന്നതുണ്ട്, പൂർണ്ണമായി തകർന്നതുണ്ട്. ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. എസ്എൻ ഇവിടെ ഒരു സ്കൂളുണ്ട്. ശ്രീകാന്ത്, താങ്കളുടെ മൊബൈൽ ലൈനിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നത്. താങ്കൾ കുറച്ചുകൂടി സിഗ്നൽ ലഭിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ വീണ്ടും നമ്മളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഹാഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുകയാണ്. ഹാഷ്മി, താങ്കൾക്ക് തുടരാം. 24 പേരെ തിരിച്ചറിയുന്നു. എസ്കേൻ മരണം ഇപ്പോൾ 67 ഉയരുന്നുണ്ട്. എസ്കേൻ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആശങ്കയുടെ അങ്ങേയറ്റത്ത് മരണസംഖ്യ ഉയരുന്നു. അത് നമ്മൾ ദൗർഭാഗ്യവശാൽ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ മുണ്ടക്കൈ മേഖലയിലൊക്കെ എന്താണ് അവസ്ഥ എന്നറിയാൻ, അട്ടമല മുണ്ടക്കൈ മേഖലയിലൊക്കെ എന്താണ് അവസ്ഥ ഇനിയും പുറം ലോകം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ചൂരൽമല മേഖലകളിലെ മാത്രമല്ല ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയ 20 മൃതദേഹങ്ങൾ ഒരുപക്ഷെ മുണ്ടക്കൈ മേഖലയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുണ്ടേരി പുഴയിലൂടെ അങ്ങോട്ടേക്കാണ്, ചാലിയാറിലേക്കാണ് ഒഴുകി പോവുക. അതുകൊണ്ട് അത് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയും. അപ്പോൾ ചാലിയാറിലേക്ക് വരെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തണമെങ്കിൽ അങ്ങേയറ്റത്തെ ഭീകരമായ വ്യാപ്തിയാണ് സ്കേൻ മുണ്ടക്കൈയിലുള്ളത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇമ്പാക്റ്റ് മേഖല ചൂരൽമലയിൽ മാത്രമാണ്. ചൂരൽമലയിൽ കനത്ത മഴ, ചൂരൽമല റെസ്ക്യൂവിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ചൂരൽമലയിൽ എത്ര പേർ കുടുങ്ങിയെന്ന് മാത്രമേ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുള്ളൂ. യഥാർത്ഥ പ്രശ്നം ഈ ഭൂകമ്പത്തിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈയും അട്ടമലയുമാണ്. അവിടേക്ക് എത്തുമ്പോൾ അറിയുന്നത് എസ്കേൻ ഇപ്പോൾ മേപ്പാടി CHS എത്തിയ 42 മൃതദേഹങ്ങളിൽ 24 മൃതദേഹങ്ങൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അതിൽ 12 സ്ത്രീകളാണ്, 12 പുരുഷന്മാരാണ്. കോഴിക്കോട് ജില്ലയിൽ 41 ക്യാമ്പുകളിലായി 196 കുടുംബങ്ങളിൽ 854 പേർ പാർപ്പിച്ചിരിക്കുന്നൊരു വാർത്ത, ഏറ്റവും പുതിയ വാർത്ത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനിടയിലാണ് സ്കേൻ ചൂരൽമലയിൽ മഴ കനക്കുന്നു എന്നുള്ള വാർത്ത. ചൂരൽമലയിൽ രാവിലെ മുതൽ ഇതുവരെ റെസ്ക്യൂ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എസ്കേൻ ഈ ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. നേരത്തെ ശിരൂരിലെ ആദ്യ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയ മട്ടിൽ ഇത് ആദ്യ മണിക്കൂറുകളിൽ വളരെ കാര്യക്ഷമമായ മട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് പോലും പാഴാകാതെയായിരുന്നു രക്ഷാപ്രവർത്തനം. പക്ഷേ ഇതിലെ പ്രശ്നം ചൂരൽമലയിലെ മഴ ഇങ്ങനെ അതിതീവ്രമായി അതിശക്തമായി കനക്കുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനം ഇതുവരെ ഉണ്ടായ കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് പ്രയാസമാകും. എസ്കേൻ ഒരൊറ്റ കാര്യം കൊണ്ട് വീണ്ടും എടുത്തു പറയേണ്ടത്, അവിടെ ഈ ദുരന്തം കാണാനെന്ന മട്ടിൽ വീടുകളിൽ നിന്ന് വണ്ടിയും എടുത്തുകൊണ്ട് ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതവിടെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. നമ്മളെ കേൾക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഈ രക്ഷാദൗത്യം കാണുക എന്ന ഉദ്യമത്തിൽ ഇറങ്ങരുത്. ഒരു ദുരന്ത ടൂറിസം എന്നതിലേക്ക് നിങ്ങൾ പോകരുത്. ദയവ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുക. അഥവാ പുറത്തിറങ്ങണമെങ്കിൽ തനിയെ കാൽനടയായി പുറത്തേക്ക് ഇറങ്ങുക. വണ്ടിയുമായി പോയാൽ ഈ പറഞ്ഞ ചുരത്തിലടക്കം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല, ആ മേഖല ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അത് വീണ്ടും അവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പുകളിൽ, പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആവർത്തിച്ച് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. വണ്ടിയും എടുത്ത് ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. ആവശ്യത്തിനല്ലാതെ, രക്ഷാദൗത്യത്തിനല്ലാതെ, അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും സാധനങ്ങളും എത്തിക്കാനല്ലാതെ അങ്ങോട്ടേക്ക് ഇറങ്ങരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു അഭ്യർത്ഥന മനുഷ്യത്വമുള്ളവർ മുഖവിലക്കെടുക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയുമാണ്. സ്കേൻ ഇവിടെ ചൂരൽമല, അട്ടമല, ഈ പറയുന്ന മേഖല ഒക്കെ ഏതാണ്ട് തകർന്നു തരിപ്പണമായിരിക്കുന്നു. ചൂരൽമലയുടെ ഒരു ഭാഗം ഏതാണ്ട് വാഷ്ഡ് ഓഫ് ആയിരിക്കുന്നു. അട്ടമലയും മുണ്ടക്കൈയും ഏതാണ്ട് വാഷ്ഡ് ഓഫ് ആണ്. സ്കേൻ മുണ്ടക്കൈയിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളും പോയിട്ടുണ്ട്. 19 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അവിടെ ഇനി ബാക്കി അവശേഷിക്കുന്ന 10ഓളം വീടുകൾ മാത്രമാണ്. അതിൽ റിസോർട്ടിലെ ജീവനക്കാരൻ പറയുന്നുണ്ട്. എസ്കേൻ അവിടെ കൂടുതൽ റിസോർട്ടുകൾ, അവിടെ കൂടുതൽ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. ചെറിയ ടൂറിസം പോലെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതുകൊണ്ട് ഈ റിസോർട്ടുകളിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. എത്ര റിസോർട്ടുകളിൽ എത്ര ആളുകളുണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ഇപ്പോൾ നമുക്കറിയില്ല. നമുക്കറിയാൻ കഴിയുന്ന സ്കേൻ അവിടെ നിന്ന് ഈ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ വിളിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ എയർലിഫ്റ്റിംഗ് ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല, ഫോൺ ഓഫായ, അല്ലെങ്കിൽ ഈ മേഖലയിൽ കനത്ത മഴയായത് കാരണം പോയ 2 ദിവസങ്ങളിൽ കറണ്ടില്ല. അതുകൊണ്ട് എത്ര പേരുടെ ഫോണിൽ ഇപ്പോൾ ചാർജ് ഉണ്ടെന്ന് അറിയില്ല.
ഫോൺ ഓഫായ മേഖലകളിലോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയാത്ത മേഖലകളിലോ കൂടുതൽ റിസോർട്ടുകളിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ കൂടുതൽ ആളുകൾ പരിക്കേറ്റോ അല്ലാതെയോ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന കാര്യം നമുക്കിപ്പോഴും അറിയാൻ കഴിയുന്നില്ല. സ്കെയിൻ, വയനാട്ടിൽ 5 ദിവസം കൂടി മഴ കനക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ പ്രവചനം. ഏറ്റവും ഒടുവിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തിൽ ഒറ്റ മണിക്കൂർ പോലും വൈകാതെ അങ്ങോട്ടേക്ക് എയർ റെസ്ക്യൂ, എയർ ലിഫ്റ്റിംഗ് നടന്നില്ലെങ്കിൽ അവിടെ മുണ്ടക്കൈ കാത്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ സങ്കടകരമായ വാർത്തയാകും. എസ്കെയിൻ, ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ മുണ്ടക്കൈയുടെ അവസ്ഥ ഭീകരമാണെന്ന് പറഞ്ഞു. ഷാഫി പറമ്പിലൊക്കെ പറയുന്നത് അവിടെ ചാലിയാർ, അവിടെ നിലമ്പൂർ ചാലിയാറിലേക്ക് ഒരു മൃതദേഹം ഒഴുകി വന്നെങ്കിൽ മുണ്ടക്കൈയിൽ ഒരുപക്ഷെ ഉള്ളത് അങ്ങേയറ്റത്തെ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയൊരു ഡിസാസ്റ്റർ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഡിസാസ്റ്ററിലേക്ക് ഇപ്പോഴും രക്ഷാദൗത്യ സംഘത്തിന്, രക്ഷാകരങ്ങൾക്ക് വേണ്ട രീതിയിൽ ഫലപ്രദമായി എത്താൻ കഴിയുന്നില്ല എന്നതാണ് അതിപ്രധാനം. അങ്ങേയറ്റം സങ്കടകരം. അത് ആരുടെയും പിഴവല്ല. ഈ പാലമാണ് അതിനെ കണക്ട് ചെയ്യാനുള്ള ഒറ്റ വഴി പാലമാണ്. ആ പാലം പൊളിഞ്ഞതോടുകൂടിയാണ് ഏറ്റവും പ്രധാന പ്രതിസന്ധി. അവിടെ ഒരു ഈ ബെയിലി പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. പക്ഷേ അതും അങ്ങേയറ്റം ദുഷ്കരമാണ്. സ്ഥിരീകരിക്കാത്തൊരു ഈ മുണ്ടപ്പുഴയിലൂടെ, ഈ മുണ്ടപ്പുഴ മുണ്ടക്കൈ പുഴ അസാധ്യമായി ഒഴുകുകയാണ്. അതിൽ അതിസാഹസികമായി ചെറിയ അംഗം NDRF സംഘത്തിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.